എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഫോൾസ് ടു 4-month ലോ ഇൻ ഡിസംബർ. ഇത് GS3 എക്കണോമി ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് താഴോട്ട് പോകുന്നത്, അതുപോലെ തന്നെ ഓരോ ചേഞ്ചസ്, ഇൻഫ്ലേഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എക്കണോമിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നൊക്കെ നമ്മൾ നോക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ നാഗ് മാർക്ക് 2 ടെസ്റ്റഡ് സക്സസ്ഫുള്ളി. ഇത് GS3 സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡിഫൻസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡിജിനസ് ഡെവലപ്മെൻറ്റ് ഓഫ് മിലിറ്ററി എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽസ് നമ്മൾ ഉണ്ടാക്കുമ്പോഴേക്കും നമുക്കുള്ള എഡ്ജ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ ട്രാൻസ്ഫോമിങ് മെൻറ്റാലിറ്റീസ്, ഓക്കെ, അത് റീഡിഫൈനിങ് മസ്കുലിനിറ്റി, അതായത് ജെൻഡർ വയലൻസ് അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് നമ്മുടെ എഡിറ്റോറിയൽ വന്നൊരു ആർട്ടിക്കിളാണ്. നമുക്ക് കറണ്ട് കേസ് സിനാരിയോയിലും എല്ലാം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം റാറ്റ് ഹോൾ മൈനിങ്, വൈ ദ പ്രാക്ടീസ് കണ്ടിന്യൂസ് ഇൻ സ്പൈറ്റ് ഓഫ് ഇറ്റ്സ് ഹസാർഡ്സ്. ഇത് GS3 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. എസ്പെഷ്യലി മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് റാറ്റ് ഹോൾ മൈനിങ്ങിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ഫോൾസ് ടു 4-month ലോ ഇൻ ഡിസംബർ. അപ്പോൾ ഇൻഫ്ലേഷൻ ഡിഫൈൻഡ് ബൈ ദ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആസ് എ റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ പ്രൈസസ് ഓവർ എ ഗിവൺ പീരീഡ് ഈസ് എ ക്രിട്ടിക്കൽ ഇൻഡിക്കേറ്റർ ഓഫ് എക്കണോമിക് ഹെൽത്ത്. It encompasses a broad measure of overall price increases over specific goods and prices, reflecting the rising cost of living. Okay, but in December 2024, India's retail inflation dropped to a 4-month low of 5.22%, offering some relief amidst ongoing economic challenges. Okay, but what is inflation? Inflation measures the rate at which the general price level of goods and services rises, reducing purchasing power. It highlights how much more expensive a set of goods and services have become over a period of time. അതായത് ഒരു ഇയർ, ഇപ്പോൾ നമുക്കറിയാം ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് 100 റുപ്പീസാണ്. ഇത് 2024 ഇപ്പോൾ 2025 ആയപ്പോഴേക്കും എന്ത് പറ്റി, ഇത് 110 റുപ്പീസായി. അപ്പോൾ 10% ഇൻക്രീസ്. അതാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. എത്രയാണ് അപ്പം? 10% ആണ്. ഓക്കെ, ടിപ്പിക്കലി ചെയ്യുക. ഇൻ ഇന്ത്യ ഇൻഫ്ലേഷൻസ് ഇമ്പാക്ട് ഇസ് പ്രൊഫൗണ്ട് ഡ്യൂ ടു എക്കണോമിക് ഡിസ്പാരിറ്റീസ് ആൻഡ് എ വാസ്റ്റ് പോപ്പുലേഷൻ അഫക്റ്റിംഗ് ബോത്ത് urban ആൻഡ് റൂറൽ കൺസ്യൂമേഴ്സ് ഡിഫറെൻ്റ്ലി. ഓക്കെ, അപ്പോൾ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യാസ് ഇൻഫ്ലേഷൻ. ഓവറോൾ ഡിക്ലൈൻ ആണ്. ഇന്ത്യാസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഇൻഫ്ലേഷൻ ഈസ് ടു 5.22% in December 2024, down from 5.5% in November. Inflation also saw a marginal reduction from 9.04% in November to 8.4%. Okay, പിന്നെ urban versus rural inflation നമ്മൾ നോക്കുകയാണെങ്കിൽ, while urban consumers experienced a 4.6% increase in prices in December, rural consumers saw a slightly higher rise of 5.8%. ഓക്കെ, പിന്നെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻക്രീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഡിസ്പൈറ്റ് ദ ഓവറോൾ ഡിക്ലൈൻ, ക്രിട്ടിക്കൽ ഫുഡ് ഐറ്റംസ് ലൈക്ക് എഡിബിൾ ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് സോ ഷാർപ്പ് പ്രൈസ് ഇൻക്രീസസ്, വൈൽ ഇൻഫ്ലേഷൻ ഇൻ ദീസ് ഐറ്റംസ് ഹിറ്റിംഗ് എ 33-month ഹൈ. അത് ഏകദേശം 14.6%. അതാണ് ട്രെൻഡ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇൻഫ്ലേഷൻ ഇന്ത്യയിൽ എത്രത്തോളം റെലവൻ്റ് ആണ്? ഓക്കെ, പ്രൈസ് സ്റ്റെബിലിറ്റിയാണ്. അതായത് മോഡറേറ്റ് ഇൻഫ്ലേഷൻ എൻകറേജസ് സ്പെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, contributing to economic growth. However, when inflation is too high or too low, it can disrupt economic stability. പിന്നെ സെൻട്രൽ ബാങ്ക്സ് റോൾ, അതായത് സെൻട്രൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ uses inflation targeting as a key monetary policy tool, adjusting interest rate to maintain inflation within a desirable range. In 2024, the RBI's inflation projection was 5.7%, close to the actual average of 5.63%. ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഇൻഫ്ലേഷൻ എഫക്ട്സ് ഇൻകം ആൻഡ് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ. ഡെപ്റ്റേഴ്സ് ബെനിഫിറ്റ് ഫ്രം റീപേയിങ് ലോൺസ് വിത്ത് മണി ദാറ്റ് ഹാസ് എ ലോവർ റിയൽ വാല്യൂ, വൈൽ ക്രെഡിറ്റേഴ്സിന് എന്ത് വരും, അവർ കൊടുത്ത ഇൻട്രസ്റ്റിനേക്കാളും നഷ്ടത്തിൽ കൊടുക്കേണ്ടി വരും.
ഓക്കെ, ലൂസ് പർച്ചേസിങ് പവർ. ഓക്കെ, പിന്നെ എൻകറേജിങ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻഫ്ലേഷൻ ക്യാൻ സ്പെർ ഇൻവെസ്റ്റ്മെൻറ്റ് ആസ് ബിസിനസ്സസ് ആൻഡ് ഇൻഡിവിജ്വൽസ് സ്പെൻഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് റൈസിങ് പ്രൈസസ് ആൻഡ് ഹൈ റിട്ടേൺസ്. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് കോമ്പറ്റീറ്റീവ്നെസ്, അതായത് ഹൈ ഇൻഫ്ലേഷൻ റിലേറ്റഡ് ടു ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ക്യാൻ മേക്ക് എ കൺട്രീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ലെസ് കോമ്പറ്റേറ്റീവ് ഗ്ലോബലി. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കാം. അപ്പോൾ കോസസ് ഓഫ് ഇൻഫ്ലേഷൻ എന്താണ്? ഒന്ന്, ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ ആണ്. occurs when demand of goods and services exceeds supply, often driven by high consumer spending on a booming economy. പിന്നെ കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ ഉണ്ട്. arises from increased production costs such as higher wages or raw material prices. In 2024, disruptions like Russia-Ukraine conflict contributed to rising cost in specific sectors. പിന്നെ ബിൽറ്റ് ഇൻ അല്ലെങ്കിൽ വേജ് പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ട്. അതായത് നമുക്കറിയാം വേജസ് കൂടി ആൾക്കാരുടെ ഇടയിൽ പണപ്പെരുപ്പം വന്നു, അതുപോലെ തന്നെ ഹയർ പ്രൊഡക്ഷൻ കോസ്റ്റ് വന്നു. അപ്പോൾ എന്ത് വെച്ച് ആ സമയത്ത് ഫെർദർ വേജ് ഡിമാൻഡുകൾ വരും. പിന്നെ മോണിറ്ററി ഇൻഫ്ലേഷൻ ആണ് ലിങ്ക് ടു ഇൻക്രീസ് ഇൻ മണി സപ്ലൈ. അതായത് നമ്മുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടെങ്കിൽ എന്ത് പറ്റും, നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യും. അപ്പോൾ പൈസ സ്പെൻഡ് ചെയ്യുന്ന കാണുമ്പോഴേക്ക് കച്ചവടക്കാരെന്ത് പറ്റും, സാധനങ്ങൾ വാങ്ങിച്ചു കൂടുമ്പോൾ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടും. ഡിമാൻഡ് കൂടുമ്പോൾ ഷോപ്പ് കീപ്പേഴ്സ് ആയിട്ടുള്ളവർ എന്ത് ചെയ്യും, അതിൻ്റെ പ്രൈസ് കൂട്ടും. പ്രോംപ്റ്റിംഗ് ഫെർദർ ഡ്രൈവിംഗ് പ്രൈസസ് അപ്പ്. ഓക്കെ, പിന്നെ സപ്ലൈ ഷോക്സ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവൻറ്റ്. അതായത് നമുക്കറിയാം ചില കേസസിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അല്ലെങ്കിൽ റെയിൻ അല്ലെങ്കിൽ ഡ്രൗട്ട് കാരണം ഓണിയൻ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ അവിടെ ലിമിറ്റഡ് സപ്ലൈ ആണുള്ളത്. ഓക്കെ, ഓണിയൻ്റെ ലിമിറ്റഡ് സപ്ലൈ ആണുള്ളത്, പക്ഷേ ആൾക്കാർക്ക് ഓണിയൻ വേണം താനും. അപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഓണിയൻ്റെ പ്രൈസസ് കൂടും. ഓക്കെ, ബിൽറ്റ് ഇൻ എക്സ്പെക്ടേഷൻ, അതായത് ബിസിനസ്സസ് ആൻഡ് കൺസ്യൂമേഴ്സ് ആൻറ്റിസിപ്പേറ്റ് ഫ്യൂച്ചർ പ്രൈസ് ഇൻക്രീസസ്. ഇറ്റ് ക്യാൻ ലീഡ് ടു preemptive price hikes and increased demand fueling inflation. ഓക്കെ, അപ്പോൾ റീജിയണൽ വേരിയേഷൻസ് ആൻഡ് ചാലഞ്ചസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈ ഇൻഫ്ലേഷൻ സ്റ്റേറ്റ്സ്, അതായത് ഛത്തീസ്ഗഡ് റെക്കോർഡഡ് ദ ഹയസ്റ്റ് ഇൻഫ്ലേഷൻ അറ്റ് 7.63%, ഫോളോഡ് ബൈ ബീഹാറിൽ എത്രയാണ് 7.4%, ഒഡീഷയിൽ 7%. അപ്പം ചാലഞ്ചസ് ഇൻ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എലിവേറ്റഡ് ഫുഡ് ഇൻഫ്ലേഷൻ റിമെയിൻസ് എ സിഗ്നിഫിക്കൻറ്റ് ഹേർഡിൽ ഫോർ ഇംപ്ലിമെൻറ്റിംഗ് റേറ്റ് കട്ട്സ് ആസ് ഇറ്റ് ഇൻഫ്ലുവൻസസ് ഹൗസ് ഹോൾഡ് ഇൻഫ്ലേഷൻ എക്സ്പെക്ടേഷൻ. അതായത് ഫുഡ് ഇൻഫ്ലേഷനാണ് ഡയറക്റ്റായിട്ട് ഹൗസ് ഹോൾഡ് ബേസ്ഡ് ആയിട്ടുള്ള കൺസ്യൂമേഴ്സിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അതും കൂടി ഓർത്തിരിക്കാം. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ ഇൻ ഇന്ത്യ ഈസ് എ മൾട്ടി ഫേസ്ഡ് ഇഷ്യൂ. അതായത് പല തലത്തിലാണ് ഇൻഫ്ലേഷൻ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. ഇൻഫ്ലുവൻസ്ഡ് ബൈ വേരിയസ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, വൈൽ റീസെൻറ്റ് ട്രെൻഡ്സ് ഷോ എ ഡിക്ലൈൻ ഇൻ ഓവറോൾ ഇൻഫ്ലേഷൻ. സെക്ടർ സ്പെസിഫിക് ഇൻകം, നമുക്കറിയാം ഫുഡ് പ്രൈസസ് വന്നാലും റേറ്റ് കൂടുന്നുണ്ട്. 14.1%ഓളമൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഹൈലൈറ്റ് ഓൺഗോയിങ് ചാലഞ്ചസ്. അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡൈനാമിക്സ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് ക്രൂഷ്യൽ ഫോർ പോളിസി മേക്കേഴ്സ് ടു ഫോർമുലേറ്റ് സ്ട്രാറ്റജീസ് ദാറ്റ് എൻഷുർ എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് പ്രൊട്ടക്ട് കൺസ്യൂമേഴ്സ് പർച്ചേസിംഗ് പവർ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ നാഗ് മാർക്ക് 2 tested successfully. Okay, but Defense Research and Development Organization DRDO of India has successfully tested NAG. ഓക്കെ, നമുക്ക് കഴിഞ്ഞ 2 വർഷം മുമ്പേക്ക് നാഗ് ഫസ്റ്റ് സ്റ്റേജ് വന്നു. അതായത് നമ്മൾ സെൽഫ് പ്രൊപ്പൽ, അതായത് നമുക്ക് ഇവിടുന്ന് സോൾജേഴ്സിന് തന്നെ ക്യാരി ചെയ്തിട്ട് വിടാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നാഗിൻ്റെ ഹെലികോപ്റ്റർ വേർഷൻ ഉണ്ട്. അതും കൂടി, അതിൻ്റെ പേരും കൂടി ഓർത്തിരിക്കുക. An advanced third generation fire and forget anti-tank guided missile. This development marks a significant milestone in India's efforts to bolster its indigenous defense technology capabilities. The successful field trials at Pokhran field range have validated the missile's operational effectiveness, paving the way for its induction into the Indian Army. ഓക്കെ, അപ്പോൾ കോൺടെക്സ്റ്റൽ ഓവർവ്യൂ നമ്മൾ നോക്കുമ്പോൾ ഇൻഡിജിനസ് ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോൾ നാഗ് മാർക്ക് 2 is an indigenously developed anti-tank guided missile showcasing India's progress in self-reliance in defense technology. Operational readiness. The missile system has undergone rigorous field trials, successfully hitting targets at both maximum and minimum ranges, confirming its readiness for military deployment. Strategic importance എന്ന് പറയുമ്പോൾ induction of the Nag Mark 2 enhances Indian Army's capability to engage and destroy
എനിമി ആംഡ് ടാർഗറ്റ്സ് ക്രൂഷ്യൽ ഫോർ മോഡേൺ വാർഫെയർ. ഓക്കെ, അപ്പം നാഗ് മാർക്ക് ടുവിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ഒന്ന്, തേർഡ് ജനറേഷൻ മിസൈലാണ്, ഫയർ ആൻഡ് ഫോർഗെറ്റ് മിസൈൽ, റിക്വയറിംഗ് നോ ഗൈഡൻസ് ആഫ്റ്റർ ലോഞ്ച്, അലൗവിങ് സോൾജേഴ്സ് ടു റീലൊക്കേറ്റ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഫയറിംഗ്. പിന്നെ ടാർഗറ്റ് പ്രിസിഷനാണ്, ഡെമോൺസ്ട്രേറ്റഡ് ഹൈ ആക്യുറസി ഡ്യൂറിംഗ് ട്രയൽസ്, കേപ്പബിൾ ഓഫ് എൻഗേജിംഗ് ടാർഗറ്റ്സ് എഫക്റ്റീവ്ലി അക്രോസ് വേരിയസ് റേഞ്ചസ്. പിന്നെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, എക്വിപ്ഡ് വിത്ത് അഡ്വാൻസ്ഡ് ഇമേജിംഗ് ഇൻഫ്രാറെഡ് സീക്കേഴ്സ് ഫോർ എൻഹാൻസ്ഡ് ടാർഗറ്റ് അക്വിസിഷൻ ആൻഡ് എൻഗേജ്മെൻറ്റ് ഇൻ ഡൈവേഴ്സ് കോമ്പാറ്റ് കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് സിഗ്നിഫിക്കൻസ് എന്താണ്? ഒന്ന്, സ്ട്രെങ്തനിങ് ഡിഫൻസ് ആണ്, അതായത് സക്സസ്ഫുൾ ഡിപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് നാഗ് മാർക്ക് ടു ബ്ലോസ്റ്റേഴ്സ് ഇന്ത്യാസ് ഡിഫെൻസീവ് ആൻഡ് ഒഫെൻസീവ് മിലിറ്ററി കേപ്പബിലിറ്റീസ്, റെഡ്യൂസിങ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ടെക്നോളജി. ഓക്കെ, പിന്നെ ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്, അതായത് സൗത്ത് ഏഷ്യൻ കൺട്രി റീജിയനിൽ എസ്പെഷ്യലി ഇപ്പം ആൻറ്റി ടാങ്ക് വാർഫെയറിലൊക്കെ നല്ല രീതിയിലുള്ള കേപ്പബിലിറ്റി നമുക്കിതിലൂടെ കിട്ടും. ബൂസ്റ്റ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്, അലയൻസ് വിത്ത് ഗവൺമെൻറ്റ്സ് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ്, പ്രോംപ്റ്റിംഗ് ഇൻഡിജിനസ് മാനുഫാക്ചറിംഗ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ദ ഡിഫൻസ് സെക്ടർ. പിന്നെ ഇംപ്ലിക്കേഷൻസ് ഓഫ് നാഷണൽ സെക്യൂരിറ്റി, അത് എൻഹാൻസ്ഡ് കോമ്പാക്ട് റെഡിനെസ് ആണ്. ഡിപ്ലോയ്മെൻറ്റ് ഓഫ് നാഗ് മാർക്ക് ടു വിൽ ഇംപ്രൂവ് ദ ഇന്ത്യൻ ആർമീസ് റെഡിനെസ് ടു കൗണ്ടർ ആംഡ് ത്രെറ്റ്സ് എഫക്റ്റീവ്ലി. പിന്നെ മോഡേണൈസേഷൻ ഓഫ് ആംഡ് ഫോഴ്സസ് ഉണ്ട്, കോൺട്രിബ്യൂട്ട്സ് ടു ഓൺഗോയിങ് മോഡേണൈസേഷൻ ഓഫ് ഇന്ത്യസ് മിലിറ്ററി ഹാർഡ്വെയർ, എൻഷുറിംഗ് ദ ആംഡ് ഫോഴ്സസ് ആർ എക്വിപ്ഡ് വിത്ത് സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജി. പിന്നെ ഡെറ്ററൻസ് കേപ്പബിലിറ്റിയാണ്, അതായത് എന്താണ്, അഡ്വേഴ്സറീസ് വരുമ്പോൾ നമുക്ക് പറയാം, ഇപ്പം അവരുടെ സൈഡിൽ ഒരു ആൻറ്റി ടാങ്ക് മിസൈൽ ഉണ്ടെങ്കിൽ നമ്മുടെ സൈഡിൽ ഒരു ആൻറ്റി ടാങ്ക് ഉണ്ടെങ്കിൽ എന്ത് പറ്റും, അവിടെ ക്ലാഷ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അപ്പം കൺക്ലൂഷൻ എന്ന് പറയുമ്പം സക്സസ്ഫുൾ ടെസ്റ്റിംഗ് ഓഫ് നാഗ് മാർക്ക് ടു ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ റെപ്രസെൻറ്റ്സ് എ സിഗ്നിഫിക്കൻറ്റ് ലീപ്പ് ഇൻ ഇന്ത്യാസ് ഡിഫൻസ് കേപ്പബിലിറ്റീസ് and reinforcing its commitment to self-reliance and technological advancements. As the missile system integrates into the Indian Army, it will play a crucial role in enhancing national security and maintaining regional stability. ഓക്കെ, അപ്പം നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമിംഗ് മെൻറ്റാലിറ്റീസ് റീഡിഫൈനിങ് മസ്കുലിനിറ്റി. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇൻ്റർനാഷണൽ ഡേ ഫോർ ദ എലിമിനേഷൻ ഓഫ് വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ highlights a persistent global issue. Okay, violence against women often perpetrated by men. However, men can also be pivotal in driving change. Redefining masculinity involves replacing traditional norms of dominance and aggressions with values of equality, empathy, and non-violence. Okay, addressing gender norms is essential for fostering healthier relationships and creating a safer world for ഓൾ. അപ്പോൾ ഇതിനകത്ത് കീവേഡ്സും കൂടി ഓർത്തിരിക്കുക, ഇക്വാലിറ്റി, എംപത്തി ആൻഡ് നോൺ വയലൻസ്. നിങ്ങൾ എത്തിക്സ് പോലത്തെ ടോപ്പിക്സ് ഒക്കെ നോക്കി കഴിയുമ്പോൾ അതിനകത്ത് ഉള്ള ടേംസ് ആണിത്, എസ്പെഷ്യലി എംപത്തിയും ഇക്വാലിറ്റിയൊക്കെ. ഓക്കെ, അപ്പം എത്തിക്സ് പെർസ്പെക്റ്റീവിലും വേണമെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം. ഓക്കെ, കോണ്ടെക്സ്ച്വൽ ഓവർവ്യൂ എന്ന് പറയുമ്പോൾ വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ ആണ്. ഡിസ്പൈറ്റ് ഗ്ലോബൽ അഡ്വക്കസി, വയലൻസ് എഗെയിൻസ്റ്റ് വുമൺ റിമെയിൻസ് prevalent, necessitating a shift in societal attitudes. Men's role in change, അതായത് recognizing men as allies in the fight against gender-based violence is crucial. Shifting traditional notions of masculinity is essential for its transformation. പിന്നെ കീ ഇനിഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, യുനെസ്കോസ് ട്രാൻസ്ഫോമിംഗ് മെൻറ്റാലിറ്റീസ് ഇനിഷ്യേറ്റീവ്സ്, അതായത് എയിംസ് ടു ചേഞ്ച് ഹൗ മെൻ എൻഗേജ് വിത്ത് ജെൻഡർ ഇക്വാലിറ്റി ഇഷ്യൂസ്, emphasizing active participation in gender sensitive practices. Okay, പിന്നെ engaging men and boys, collaboration between UNESCO and ICRW to present a report documenting pioneering programs that involve men and boys in addressing gender inequality. Okay, പിന്നെ നോട്ടബിൾ ഇൻ്റർവെൻഷൻസ് എന്ന് പറയുന്നത് മറോദ് വാലി ബാത്ത്, അതായത് മെൻസ് thing uses storytelling and social media to foster conversations about positive masculinities, empowering young men to challenge limiting narratives. പിന്നെ ജെൻഡർ ഇക്വാലിറ്റി മൂവ്മെൻറ്റ് ഇൻ സ്കൂൾസ്, ജെംസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഈ പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ റൈറ്റിങ്ങിൽ ആഡ് ചെയ്യാം. അത് നല്ലൊരു നിങ്ങളുടെ പോയിൻറ്റ്സിനെയൊക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇൻറ്ററാക്റ്റീവ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് ഹെൽപ്പിംഗ് അഡോളസെൻ്റ് ബോയ്സ് adopt more equitable gender attitudes, moving away from toxic masculinity. Okay, role of public figures എന്ന് പറയുന്നത്
ഇൻഫ്ലുവൻസ് ഓഫ് റോൾ മോഡൽസ്, അതായത് പബ്ലിക് ഫിഗേഴ്സ് ക്യാൻ ഹെൽപ്പ് നോർമലൈസ് ജെൻഡർ എക്വിറ്റബിൾ ബിഹേവിയേഴ്സ്. ഫോർ എക്സാമ്പിൾ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റേഴ്സൊക്കെ എന്ത് ചെയ്തു, എ കമ്മിറ്റ്മെൻറ്റ് ടു ഷെയർഡ് പേരൻറ്റിങ് സ്പാർക്ക്ഡ് എ നാഷണൽ കോൺവെർസേഷൻ ഓൺ ജെൻഡർ റോൾസ്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്സ് ടുവേർഡ്സ് ജെൻഡർ ഇക്വാളിറ്റി എന്തൊക്കെയാണ്? ഒന്ന്, ചാലഞ്ചിങ് സ്റ്റീരിയോടൈപ്സ് ആണ്. മെൻ നീഡ് ടു ക്രിട്ടിക്കലി എക്സാമിൻ ആൻഡ് ചാലഞ്ച് കൾച്ചറൽ നോംസ് ദാറ്റ് പെർപ്പച്വേറ്റ് ജെൻഡർ ഇൻഇക്വാളിറ്റി. പിന്നെ എംബ്രേസ് ന്യൂ മസ്കുലിനിറ്റീസ്, അതായത് ബൈ റീഡിഫൈനിങ് വാട്ട് ഇറ്റ് മീൻസ് ടു ബി എ മാൻ, മെൻ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു എ മോർ equitable സൊസൈറ്റി. കൺക്ലൂഷൻ എന്ന് പറയുമ്പം ട്രാൻസ്ഫോമിംഗ് മസ്കുലിനിറ്റി ഈസ് ഇൻറ്റഗ്രൽ ടു അച്ചീവിങ് ജെൻഡർ ഇക്വാളിറ്റി. Okay, by redefining traditional norms and engaging men in this dialogue, a more inclusive and equitable world can be fostered. The journey involves collective efforts, education, and the willingness to challenge entrenched societal norms. Okay, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത്, അതിൽ നമ്മുടെ ലാസ്റ്റ് ന്യൂസ് ഓഫ് ദി ഡേ എന്ന് പറയുന്നത് റാറ്റ് ഹോൾ മൈനിങ്ങിനെ കുറിച്ചാണ്. ഞാൻ DNA പ്രീവിയസ്ലിയും എടുത്തിട്ടുള്ളൊരു ടോപ്പിക്കാണ് റാറ്റ് ഹോൾ മൈനിങ്. അപ്പം റാറ്റ് ഹോൾ മൈനിങ് എന്ന് പറയുന്ന ടോപ്പിക് എപ്പോഴും എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വരുമ്പോഴാണ്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് വെച്ചാൽ ആസാമിൽ ഇതുപോലുള്ളൊരു ഇല്ലീഗൽ മൈനിൽ റാറ്റ് ഹോൾ മൈനിങ് നടന്ന് അവിടെ ഹസാർഡ് ഉണ്ടായി, കുറേ പേര് ട്രാപ്ഡാണ്. അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ന്യൂസ് വന്നേക്കുന്നത്. Okay, context. Rat hole mining, a hazardous and unscientific method of coal extraction, continues in northeastern India, especially in Meghalaya, despite being banned by the National Green Tribunal in 2014. The practice poses a significant risk to human lives, the environment, and legal frameworks. Recent incidents like the January 6, 2025 flooding in Assam's Dima Hazau district highlights ഇതിൻ്റെ പെർസിസ്റ്റൻറ്റ് ഡേഞ്ചേഴ്സ്. ഓക്കെ, വാട്ട് ഈസ് റാറ്റ് ഹോൾ മൈനിങ്? റാറ്റ് ഹോൾ മൈനിങ് ഇൻവോൾവ്സ് ഡിഗിങ് സ്മോൾ നാരോ ടണൽസ് ഇൻ ടു എ കോൾ സീംസ്. അതായത് വർക്കേഴ്സ് ക്രൗൾ ഇൻ ടു ദീസ് അൺസേഫ് സ്പേസസ്. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു കോളിൽ മാനുവലി എക്സ്ട്രാക്ട് ചെയ്യും. അപ്പോൾ ടൈപ്സ് എന്ന് പറയുന്നത് സൈഡ് കട്ടിങ് ടണൽസ് ആണ്, അതായത് ഫൗണ്ട് ഇൻ ഹില്ലി ടെറൈൻസ് എക്സ്പോസിങ് വിസിബിൾ കോൾ സീംസ്. പിന്നെ ബോക്സ് കട്ടിങ് പിറ്റ്സ് ആണ്, വെർട്ടിക്കൽ പിറ്റ്സ് ലീഡിങ് ടു അണ്ടർഗ്രൗണ്ട് ടണൽസ്. ഓക്കെ, പിന്നെ ഹസാർഡ്സ് ഓഫ് ഈ റാറ്റ് ഹോൾ മൈനിങ് കാരണമുള്ള ഹസാർഡ്സ് എന്താണ്? ഒന്ന്, ഹ്യൂമൻ റിസ്ക് ആണ്. റിസ്ക് ഓഫ് ആസ്പിക്കേഷൻ, അതായത് പൂറായിട്ടുള്ള വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് ഓക്സിജൻ സപ്ലൈ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഇഷ്യൂ വരും, ശ്വാസമുട്ടൽ പോലത്തെ ഇഷ്യൂ വരും. കൊളാപ്സ് ഓഫ് അൺസ്ട്രക്ചേർഡ് ടണൽസ്, നമുക്കറിയാം ഇത് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു ടണലിലൂടെയാണ് ഇവർ പോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അതിന് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടണലാണ്, അത് കൊളാപ്സ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫേറ്റൽ ഫ്ലഡിങ് ആൻഡ് ഇൻസിഡൻസ് ഇൻ മൺസൂൺ സീസൺ. ആസാമിൽ ഇപ്പോൾ ഉണ്ടായത് ഫ്ലഡിങ് കാരണം ഉണ്ടായ കൊളാപ്സ് ആണ്. ഓക്കെ, എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ, കണ്ടാമിനേഷൻ ഓഫ് വാട്ടർ സോഴ്സസ് വിത്ത് സൾഫേറ്റ്സ്, അയൺ ആൻഡ് ടോക്സിക് ഹെവി മെറ്റൽസ്, ഹൈ റിസ്ക് ഓഫ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് സോയിൽ ഇറോഷൻ. പിന്നെ സോഷ്യൽ ഇഷ്യൂസിൻ്റെ കേസിൽ എംപ്ലോയ്മെൻറ്റ് ഓഫ് ലേബറേഴ്സ് ഫ്രം ആസാം, നേപ്പാൾ ആൻഡ് ബംഗ്ലാദേശ് under exploitative conditions. പിന്നെ reports of human trafficking and child labor associated with this practice. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുന്നത്? ഒന്ന്, എക്കണോമിക് ഫാക്ടേഴ്സ് ആണ്. റാറ്റ് ഹോൾ മൈനിങ് ഈസ് എക്കണോമിക്കലി വയബിൾ ഇൻ റീജിയൻസ് വിത്ത് തിൻ കോൾ സീംസ് ലൈക്ക് മേഘാലയ. ഇറ്റ് ഓഫേഴ്സ് ഹയർ ഇൻകംസ് ടു ലേബേഴ്സ് കമ്പയർഡ് ടു ഫാമിംഗ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ജോബ്സ്. പിന്നെ ലീഗൽ ആൻഡ് ഗവർണൻസ് ചാലഞ്ചസ് ആണ്. അതായത് ലാക്ക് ഓഫ് സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ്, അതായത് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇത് ബാൻ ചെയ്തതാണ്, എന്നിട്ട് ഇത് പ്രോപ്പറായിട്ട് എൻഫോഴ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലിമിറ്റഡ് ഗവൺമെൻറ് കൺട്രോൾ ഓവർ ലാൻഡ് ഇൻ ദി 6th ഷെഡ്യൂൾ ഏരിയാസ് ഓഫ് മേഘാലയ വെർ ലാൻഡ് ഓണേഴ്സ് റീറ്റെയിൻ റൈറ്റ്സ് ഓവർ റിസോഴ്സസ്. പിന്നെ ഡിമാൻഡ് ഫോർ കോൾ, അതായത് പെർസിസ്റ്റൻറ്റ് ഡിമാൻഡ് ഫ്രം ലോക്കൽ ആൻഡ് റീജിയണൽ ഇൻഡസ്ട്രീസ് ഉണ്ട്, അതും ഒരു ഡ്രൈവിംഗ് ഫോഴ്സാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ ആൻഡ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ് റാറ്റ് ഹോൾ മൈനിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വക്കസി ഗ്രൂപ്പ്സ് ആൻഡ് NGOs ഹാവ് ഹൈലൈറ്റഡ് ഇറ്റ്സ് ഡേഞ്ചേഴ്സ്. Meghalaya-based NGOs focused on human trafficking and environmental concern. നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്ത് ചെയ്തു, ഇതിന് ചൈൽഡ് ലേബർ ഇൻസ്റ്റൻസസ് ഒക്കെ 2013 തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേ ഫോർവേഡ് എന്ന് പറയുന്നത് പോളിസി ആൻഡ് ഗവർണൻസ് റിഫോംസ് കൊണ്ടുവരിക. സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ബാൻ with regular monitoring, strengthening institutional capacity to address illegal mining. പിന്നെ ഓൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ്സ് ആണ്, അതായത് പ്രൊമോട്ടിംഗ് എംപ്ലോയ്മെൻറ്റ് ഇൻ സസ്റ്റൈനബിൾ ഇൻഡസ്ട്രീസ് ഫോർ എഫക്റ്റഡ് കമ്മ്യൂണിറ്റീസ്. പിന്നെ സയൻറ്റിഫിക് മൈനിങ് പ്രാക്ടീസസ്, അതായത് ട്രാൻസിഷൻ ടു ഓപ്പൺ കാസ്റ്റ്
മൈനിങ്, അതായത് പ്രോപ്പർ എൻവയോൺമെൻറ്റൽ സേഫ് ഗാർഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള മൈനിങ് എടുക്കാനായിട്ട് നോക്കാം, എൻകറേജ് ചെയ്യുക. പിന്നെ എൻഷുർ സസ്റ്റൈനബിൾ ആൻഡ് ലീഗലി കംപ്ലൈൻറ്റ് റിസോഴ്സ് എക്സ്ട്രാക്ഷൻ. പിന്നെ എൻവയോൺമെൻറ്റൽ കൺസർവേഷൻ ആണ്, അതായത് ഫോക്കസ്ഡ് ആയിട്ടുള്ള എഫോറസ്റ്റേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരിക, ഡീഫോറസ്റ്റേഷൻ്റെ എഫക്റ്റിനെ കുറയ്ക്കാനായിട്ട് നോക്കുക, പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ, കണ്ടക്ട് കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് ടു എഡ്യൂക്കേറ്റ് ലോക്കൽസ് ഓൺ ദ ഹസാർഡ്സ് ഓഫ് ഇല്ലീഗൽ മൈനിങ്, കൊളാബറേഷൻ ബിറ്റ്വീൻ ഗവൺമെൻറ് ആൻഡ് NGOs ഫോർ ബെറ്റർ ഔട്ട്റീച്ച്. ഓക്കെ, കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ റാറ്റ് ഹോൾ മൈനിങ് പേഴ്സസ് ഡ്യൂ ടു എക്കണോമിക് പ്രഷേഴ്സ്, വീക്ക് ഗവർണൻസ് ആൻഡ് ഹൈ കോൾ ഡിമാൻഡ്, while NGT ban and activist efforts have drawn attention to its dangers. A multi-stakeholder approach involving policy enforcement, sustainable livelihoods and environmental conservation is essential to eradicate this practice and protect human lives and ecosystem. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റാറ്റ് ഹോൾ മൈനിങ്ങിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. അപ്പം ഈ പ്രാവശ്യത്തെ DNA നമുക്ക് അറിയാവുന്ന ടോപ്പിക്, ഇൻഫ്ലേഷനൊക്കെ നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം. പിന്നെ ഒരു അസൈൻമെൻ്റ് ആയിട്ടുള്ളത് നാഗിൻ്റെ തന്നെ ഹെലികോപ്റ്റർ വേർഷൻ ഉണ്ട്, അതിൻ്റെ പേര് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം അത് ചിലപ്പോൾ പ്രിലിംസ് പെർസ്പെക്റ്റീവിലൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.